പ്രണവ് ചേട്ടൻ പല സീനിലും ഇപ്പം ചില സീനിലൊക്കെ ഇനി നമ്മൾ പറയും ചേട്ടാ കുറച്ചുകൂടെ ഈ ഞരമ്പൊക്കെ ഇങ്ങനെ വന്നാൽ രസമായിരിക്കും കാണാൻ, ഒരു പുള്ളി ഇങ്ങനെ ചോക്കാവുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീനൊക്കെ പറയുമ്പോഴത്തേക്കും പ്രണവ് ചേട്ടൻ തന്നെ കുറേ ഇംപ്രവൈസ് ചെയ്ത് പുതിയ ടെക്നീക്സ് ഒക്കെ ഉണ്ടാക്കി ഞരമ്പ് വരുത്തുകയും വേരിയേഷൻ തരികയും ഒക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ അയ്യോ എന്താ പറ്റുക, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇത് ശ്വാസം മുട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ആണ് ആ ഇൻപുട്ട് നമുക്ക് തരുന്നത്. സോ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്കും കൂടെ അത് നോക്കി കാണുമ്പോഴത്തേക്ക് എനിക്കും അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ലാസ്റ്റ് വന്ന ഒരു പോസ്റ്ററാണ് ഈ 50 crores വന്നപ്പോഴത്തേക്കുള്ള ഈ പോസ്റ്റർ. അതെ, ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രോസസ് എന്ന് പറയാം. നമ്മുടെ മിക്ക പോസ്റ്ററിലും പ്രണവ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ഫിയറിന്റെ പല സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ നോക്കിയേക്കുന്നത്. അപ്പം പ്രണവ് ചേട്ടൻ പടത്തിൽ ജോയിൻ പോലും ചെയ്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഡേ ഫോട്ടോഷൂട്ടാ. അപ്പൊ തന്നെയാണ് നമ്മൾ ഒരു 10 ദിവസത്തേക്കുള്ള പണി എടുപ്പിച്ചു വിട്ടത് ഒരു കുറച്ച് അവേഴ്സിൽ. പക്ഷെ പുള്ളി ഭയങ്കര കൊളാബറേറ്റീവ് ആയിരുന്നു. ഈ പോസ്റ്ററിലാണെങ്കിലും നമ്മൾ വി ഹാവ് ആസ്ക്ഡ് ഹിം ടു ലൈക്ക് ഇങ്ങനെ നിന്നിങ്ങനെ സ്ക്രീം ചെയ്യണം. അപ്പൊ അത്രയും ഇവിടെയൊക്കെ എഫേർട്ട് വരണം ചേട്ടാ. അപ്പോൾ ഹി വെന്റ് ടു ദി എക്സ്ട്രീംസ്. അവര് മറ്റേ സ്ക്രീം ചെയ്ത് ഇവിടെയും നെഞ്ചിലൊക്കെ ഞരമ്പൊക്കെ വരുത്തി. രാവിലേട്ടൻ കുറച്ചൊക്കെ വേണം കൊല്ലുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. പക്ഷെ രാവിലേട്ടനും പെർഫെക്റ്റ് സാധനം വരുന്നവരെ വേരിയേഷൻ എടുത്തുകൊണ്ടിരിക്കും.